വിഴിഞ്ഞത്ത് പോയപ്പോൾ ഞങ്ങൾ കയറിയ നാടൻ അടുക്കള എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആ ഹോട്ടലിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് കണ്ടോ, ഇത് ആ സൈഡിൽ ഈ അമ്മച്ചി വിറ്റോണ്ടിരിക്കുന്നത്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? കല്ലുമ്മക്കായാട്ടോ. അഞ്ചെണ്ണത്തിന് എന്തോ 50 രൂപയോ അങ്ങനെ എന്തോ കേട്ടോ പറഞ്ഞത്. നാടൻ അടുക്കളയെന്നാട്ടോ ഈ ഹോട്ടലിൻ്റെ പേര്. ചെന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ചെന്ന് കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അവരുടെ അടുക്കള. അപ്പോൾ നമുക്കിത് ലൈവായിട്ട് കാണാൻ പറ്റും. അത് തന്നെ ഒരു പ്രത്യേകതയില്ല. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ലൈവായിട്ട് കാണുന്നതിന് നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു, ഫ്രൈ ആവുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കാരണം കടലിൻ്റെ അടുത്താണല്ലോ ഈ ഹോട്ടലൊക്കെ ഉണ്ടാകും. അപ്പം എല്ലാത്തരം കടലിലെ മീനുകളും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന ആ ഒരു സമയത്തായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇലയിലാട്ടോ ഫുഡൊക്കെ വിളമ്പുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ലിസ്റ്റ് നമുക്ക് കൊണ്ടുതരും. അപ്പോൾ ഇന്നത്തെ അവരുടെ സ്പെഷ്യൽ സാധനങ്ങളാട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് നോക്കിയിട്ട് എന്തൊക്കെ നമുക്ക് വേണമെന്ന് അവർക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ അവിടെ കുഞ്ഞിനും അച്ഛനും എല്ലാവരും ഡിസ്കസ് ചെയ്ത് എഴുതുക. അപ്പം ഇതിനകത്ത് എന്തൊക്കെ വേണമെന്ന് എഴുതി അവർക്ക് കൊടുത്തിട്ട് അതനുസരിച്ചാണ് അവർ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ ജസ്റ്റ് അവരുടെ ലൈവ് അടുക്കളയിലൊന്ന് പോയി എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ മീൻ വറുത്തതൊക്കെ നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട്, നല്ല എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടന്ന്. അതുപോലെ തന്നെ നല്ല തലക്കറിയുണ്ട്, മീൻകറിയുണ്ട്. ഇത് കണവയാട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ നാവി കപ്പലോടുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വരുമ്പോൾ ഈ ഒരു ഹോട്ടലിൽ കയറാൻ മറക്കണ്ട. നാടൻ അടുക്കള എന്ന് പറഞ്ഞ് വിഴിഞ്ഞത്താട്ടോ ഈ ഹോട്ടൽ. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഇതൊക്കെയാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. നെയ്മീൻ ഫ്രൈ, കണവ റോസ്റ്റ്, പിന്നെ ഇതേത് മീനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ മീൻകറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം വന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അമ്മയ്ക്കൊക്കെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്നിരുന്നോണ്ടാണെന്നൊന്നും അറിയത്തില്ല, കുറച്ചേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അപ്പോൾ അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് ട്രിവാൻഡ്രത്തേക്കാട്ടോ.